ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ റാലിക്ക് തമിഴ്നാട്ടിൽ അനുമതി. പോലീസ് നിർദ്ദേശിച്ച റൂട്ട് ബി.ജെ.പി. നേതൃത്വം അംഗീകരിച്ചതോടെയാണ് റാലിക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അനുമതി നൽകിയത്. വൈകിട്ട് 4 മുതൽ 6 വരെയാണ് റാലിക്ക് അനുമതി നൽകിയത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, നേരത്തെ പ്രധാനമന്ത്രിയുടെ റാലി കോയമ്പത്തൂരിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും സമാനമായ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ കോടതിയുടെ ഇടപെടലുണ്ടായി. ഇവിടെ എന്തായിരുന്നു സാഹചര്യം? എങ്ങനെയാണ് കോടതിയുടെ നിർദ്ദേശം? അതിനോട് ബി.ജെ.പിയുടെ പ്രതികരണം? ഗൂഗിൾ നേരത്തെ തീരുമാനിച്ചിരുന്ന റൂട്ട് മാറ്റി മറ്റൊരു റൂട്ട് നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും പോലീസ് ആണെങ്കിലും കോടതിയിൽ അത് പറയുകയായിരുന്നു. അങ്ങനെ കോടതിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത് അംഗീകരിച്ചു. അങ്ങനെ ബി ജെ പി നേതൃത്വവും ആ റൂട്ട് മാറ്റിയുള്ള അനുമതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞിരുന്നത് ബിഗ് ബസാർ സ്ട്രീറ്റ് വഴിയുള്ള ഒരു റൂട്ടായിരുന്നു. ബി.ജെ.പി. അനുമതി തേടിയിരുന്നത് ഈ ബിഗ് ബസാർ റൂട്ടിലായിരുന്നു. പക്ഷേ അത് എന്തായാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെയും നിലപാട്. അതിൻ്റെ കാരണം പറഞ്ഞിരുന്നത് ഇടുങ്ങിയ വഴിയാണ്. ആ വഴി എന്തായാലും റാലിക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതിനെതിരെയാണ് ബി.ജെ.പി. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിക്കുന്നത്. മധുര ബെഞ്ചിൽ സമീപിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ കേസ് എടുക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ കേസെടുത്തു. അവിടെയാണ് മറ്റൊരു റൂട്ട് പോലീസ് നിർദ്ദേശിക്കുന്നത്. ആ റൂട്ടിൽ ഇവിടെ ഇന്നിപ്പോൾ റാലി നടത്താം. അത് 4 മണി മുതൽ 6 മണി വരെയാണ് റാലി. 5:30 മണിക്ക് റാലി ആരംഭിക്കും. 6 മണിക്ക് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് നിലവിൽ റാലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പുതിയ റൂട്ട് എന്ന് പറയുന്നത് കണ്ണപ്പ ഹോട്ടൽ മുതൽ ESI ആശുപത്രി വരെയുള്ള റൂട്ടാണ്. ആ റൂട്ടിൽ അരമണിക്കൂർ, അതായത് 5:30 മണിക്ക് ആരംഭിച്ച് 6 മണിക്ക് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് നിലവിൽ ആ റാലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗോകുൽ. ശരി, ജെ.പി. നദ്ദയുടെ റാലിക്ക് പുതിയ റൂട്ട് അംഗീകരിച്ചിരിക്കുന്നു ബി.ജെ.പിയും.